തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. 5000 രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാവും. പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 908491 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടിയിൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘട്ടനത്തിൽ പൊറുതിമുട്ടി വ്യാപാരികളും നാട്ടുകാരും. കുട്ടികൾ തമ്മിലുള്ള തല്ല് രൂക്ഷമായതോടെ നടപടിയുമായി തിരൂരങ്ങാടി പോലീസ്. തിരൂരങ്ങാടിയിലെ 2 വിദ്യാലയത്തിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളാണ് സ്കൂൾ വിട്ട ശേഷം അങ്ങാടിയിൽ പരസ്പരം തല്ലുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെയും തിരൂരങ്ങാടി അങ്ങാടിയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ തല്ലിയിരുന്നു. സീനിയർ ജൂനിയർ വിഷയമാണ് പ്രശ്നത്തിന് കാരണം. വിവിധ പ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾ സംഘടിച്ചെത്തി മറുചേരിയിലെ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന കാഴ്ചയാണെന്ന് നാട്ടുകാരും വ്യാപാരികളും പറയുന്നു. അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും ഇത് കടുത്ത തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. തമ്മിൽ തല്ല് രൂക്ഷമായതോടെ കർശന നടപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പോലീസ്. സംഘട്ടനത്തിലേർപ്പെട്ട ചില വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജുവനൈൽ ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കും. വരും ദിവസങ്ങളിൽ ഇവിടെ പോലീസ് ഉണ്ടാകുമെന്നും മഫ്തി വേഷത്തിലും പോലീസിനെ നിർത്തുമെന്നും ഇൻസ്പെക്ടർ KT ശ്രീനിവാസൻ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരൂരങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻവശത്തും അടിപിടി ഉണ്ടായിരുന്നു. ഇതിൽ ചില രക്ഷിതാക്കൾ ഇടപെട്ട് പ്രശ്നം കൂടുതൽ വഷളാവാനും കാരണമായി. ചില രക്ഷിതാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതുവരെയും വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘട്ടനം അവസാനിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. പല വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളും കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ്. മക്കളുടെ കാര്യത്തിൽ അവരോട് പറഞ്ഞിട്ട് അനുസരിക്കില്ലെന്ന് പറഞ്ഞ് പല രക്ഷിതാക്കളും കൈയൊഴിയുകയാണ്. സ്കൂളിന് പുറത്തുവച്ച് സംഘട്ടനം നടക്കുന്നതിനാൽ അധ്യാപകർക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ തന്നെ നിലവിൽ വിദ്യാർത്ഥികളുടെ തമ്മിൽ തല്ല് നാട്ടുകാർക്കും വ്യാപാരികൾക്കും ഒരു പൊതുശല്യമായി മാറിയിരിക്കുകയാണ്. നിലവിൽ ഇവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ വിന്യസിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. രക്ഷിതാക്കളും അധ്യാപകരും PTA-യും ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ പല രക്ഷിതാക്കളും മക്കൾ അനുസരണയില്ലാത്തതിനാൽ വേണ്ട പോലെ ചെയ്തോളൂ എന്നാണ് ചോദിക്കുന്നവരോട് പറയുന്നത്. പല കുട്ടികളും രക്ഷിതാക്കളുടെ നിയന്ത്രണത്തിലല്ല. അതിനാൽ തന്നെ ഇത് പരിഹരിക്കുവാൻ കർശന നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.